പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജമാണ്. ഈ ഊർജം 5 ഘടകങ്ങളിൽ നിന്നാണ് നമ്മിലേക്ക് വരുന്നത്. അതായത് പഞ്ചഭൂതങ്ങൾ: അഗ്നി, ജലം, വായു, ആകാശം, ഭൂമി. ഈ 5 തലങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജം വരുന്നത്. ഈ ഊർജത്തെ നമ്മൾ നല്ല രീതിയിൽ സ്വീകരിച്ചാൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു ചൈതന്യം ഉണ്ടാവും, ഒരു ശക്തി ഉണ്ടാവും, ഒരു വിജയമുണ്ടാവും. ഇതിൽ തീയെന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജമാണ്, എനർജിയാണ്, ഡൈനമിക് എനർജിയുടെ ഒരു പ്രതീകമാണ്. അപ്പോൾ തീയെ നമ്മളൊന്ന് സ്നേഹിച്ചാൽ മതി. ആ തീയെ ഒരു തിരി എടുത്തിട്ട് അതിൻ്റെ ആ ഫ്ലെയിമിലേക്ക് നോക്കിയിട്ട് അതിനെ ഒന്ന് മനസ്സിലൊന്ന് കാണുക, കണ്ണടച്ച്. അതുപോലെ വെള്ളമെന്ന് പറയുന്നത് നമ്മളിൽ എന്താ പറയുക, നമ്മുടെ ഒരു ബിഹേവിയറൽ ക്വാളിറ്റി, നമ്മുടെ ഒരു ഹൃദ്യമായൊരു പേഴ്സണാലിറ്റി ആക്കി മാറ്റുന്നതിൽ വെള്ളത്തിന് ഒത്തിരി സ്വാധീനമുണ്ട്. ആകാശമെന്ന് പറയുന്നത് സമൃദ്ധിയുടെ ഒരു അടയാളമാണ്. ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തുമോ പരാജയത്തിലെത്തുമോ എന്നുള്ളതാണ്. അതായത് ഭൂമി ഫലത്തിൻ്റെ ഒരു അടയാളമാണ്. പിന്നെ എന്താ ഉള്ളത്? വായു എന്ന് പറയുന്നത് ജീവൻ്റെ അടയാളമാണ്. അപ്പം വായു, ഈ 5 തലങ്ങളുമായിട്ട് നമ്മൾ ഒരു സ്നേഹബന്ധത്തിലാകണം. ഇത് ഏറ്റവും കൂടുതൽ ഈ 5 തലങ്ങളുമായിട്ട് സ്നേഹബന്ധത്തിലാകാൻ നമുക്ക് സാധിക്കുന്ന സമയമെന്ന് പറയുന്നത് പ്രഭാതത്തിൽ 3 മണിയാണ്. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും. 3 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് ഈ 5 തലങ്ങളിലെയും എനർജി ഒരുമിച്ച് ചേർന്ന് ഈ പ്രപഞ്ചത്തെ അനുഗ്രഹിക്കുന്നു എന്നാണ് ഒരു ചിന്തയുള്ളത്, ഒരു കണ്ടുപിടുത്തമുള്ളത്. നമ്മുടെ പൂർവികന്മാർ കണ്ടുപിടിച്ചതാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ മനസ്സിനെ ശക്തിപ്പെടുത്തണം, നവീകരിക്കണമെന്ന് അവർ പറയാറുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഉത്കണ്ഠകളെയും നിരാശകളെയും ഒക്കെ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ 3-നും 4:30 ഇടയ്ക്കുള്ള സമയത്ത് എഴുന്നേറ്റ് നിങ്ങൾ ആ എനർജി സ്വീകരിച്ചാൽ, പ്രപഞ്ചത്തിൻ്റെ എനർജി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് അത് നല്ല ആരോഗ്യമൊക്കെ ആയിട്ട് വരും. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന സമയമാണതെന്ന് തിരിച്ചറിഞ്ഞ് ആ സമയത്ത് ഒന്ന് എഴുന്നേറ്റ് ആ എനർജി ഒന്ന് സ്വീകരിച്ച് നമ്മളെ തന്നെ ഒരു വൈബിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്.